രാഹുൽ മാങ്കൂട്ടത്തിലുമായി വേദി പങ്കിട്ട പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരനെ തള്ളി BJP. ഒരാളും വേദി പങ്കിടരുതെന്നാണ് പാർട്ടി നിലപാട്. രാഹുൽ രാജിവെക്കും വരെ BJP പ്രതിഷേധം തുടരും. വിഷയത്തിൽ സംസ്ഥാന നേതൃത്വം ഇടപെടുന്നുണ്ടെന്നും BJP പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയതുകൊണ്ട് മാത്രം അവശേഷിക്കുന്നില്ല. മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് MLA സ്ഥാനം രാജിവെക്കണമെന്ന് തന്നെയാണ് BJPയുടെ നിലപാട്. അദ്ദേഹം രാജിവെക്കുന്നതുവരെ BJPയുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടാവും. നിലവിൽ BJPയുടെ ഭാഗത്തു നിന്ന് ഇദ്ദേഹത്തിനെതിരായ ഹൗസ് ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്, പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. പാർട്ടിയുടെ നിലപാടെന്ന് പറയുന്നത്, BJPയുടെ നിലപാട് എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടി ആസനത്തിന് തീ പിടിച്ച അവസ്ഥയാണ് പാലക്കാട്ടെ BJPയുടേത്. ശിവനെ എന്ത് ചെയ്യും നമ്മളിനി? എന്താ പറഞ്ഞ? അല്ലല്ല, അത് ഞാനൊന്ന് ഡെക്കറേറ്റ് ആക്കി പറഞ്ഞതാണ്. കുണ്ടിക്ക് തീ പിടിച്ച, യെസ്, അത് തന്നെയാ സംഭവം, അതൊക്കെ തന്നെയാ. പിന്നെ ഞാനത് നിങ്ങളുടെ മുമ്പിൽ അങ്ങനെ പറയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ആസനത്തിന് തീ പിടിച്ചത് എന്നൊക്കെ ഞാൻ പറഞ്ഞത്. യെസ്, അത് തന്നെ നിങ്ങൾ പറഞ്ഞ തന്നെ, കുണ്ടിക്ക് തീ പിടിച്ച അവസ്ഥ. അതാണ് പാലക്കാട്ടെ BJPയുടെ അവസ്ഥ ഇപ്പോ. എന്നിട്ട് വന്നിട്ട് ഇരുന്ന് മോങ്ങുകയാണ് ആര്? നമ്മളെ ശിവനെ ഇങ്ങനെ മോങ്ങല്ലേ ശിവനെ, എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആരും തന്നെ രാഹുലുമായിട്ട് വേദി പങ്കിടാൻ പാടില്ല എന്നാണ് ആര് പറയുന്നത്? ശിവൻ പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആരും അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി വേദി പങ്കിടാൻ പാടില്ല. ചെയ്തത് അരുതാത്ത കാര്യം, ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. ആര് ചെയ്തത്? പ്രമീള ആരാണ്? പ്രമീള എന്ന് പറയുന്നത് പാലക്കാട് നഗരസഭയുടെ അധ്യക്ഷയാണ്, ചെയർപേഴ്സൺ ആണ്. ആ ചെയർപേഴ്സൺ പ്രമീള ഈ പറയുന്ന രാഹുലിന്റെ കൂടെ രാഹുലിന്റെ MLA ഫണ്ട് ഉപയോഗിച്ച് ആ പാലക്കാട് നഗരസഭയിലെ ഒരു റോഡ് വികസനം പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനത്തിന് ആ വാർഡ് കൗൺസിലറുണ്ട്, അതുപോലെ തന്നെ നഗരസഭാ അധ്യക്ഷയുണ്ട്. രാഹുലിനെ തടയാൻ പോയതല്ല കേട്ടോ, രാഹുലിനെ തടയാൻ പോയതല്ല. BJPക്കാരങ്ങനെ പലതും പറയും, ഞങ്ങൾ രാഹുലിനെ തടയും, ഞങ്ങൾ രാഹുലിനെ പൊതുപരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ BJPക്കാർ പറയും. അത് BJPക്കാർക്ക് പറയാനുള്ള അവകാശമുണ്ട്. പക്ഷെ തടയാനുള്ള അവകാശം ഉണ്ടോ എന്ന് ചോദിച്ചാല് അതിന് നിങ്ങൾക്ക് രാഹുലിനെ കിട്ടൂല മക്കളെ, മനസ്സിലായില്ലേ? അതിന് നിങ്ങൾക്ക് രാഹുലിനെ കിട്ടൂല എന്ന് മാത്രമല്ല, ഇപ്പോ ഈ പ്രശാന്ത് ശിവൻ, നമ്മളെ ശിവൻ ചേട്ടനെ ഇത്രയധികം പ്രകോപിതരാക്കുന്ന കാര്യം എന്താണെന്നറിയോ? അത് രാഹുലിനെതിരെയുള്ള പ്രതിഷേധമോ രാഹുലിന്റെ രാജിയോ ഇതൊന്നുമല്ല ശിവന്റെ പ്രശ്നം. ശിവന്റെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളെ പ്രമീളേച്ചി ഉണ്ടല്ല, ഏത് ഞാൻ അതന്നെ നമ്മുടെ നഗരസഭാ അധ്യക്ഷ, ആ പ്രമീള ചേച്ചി കോൺഗ്രസിലേക്ക് ചുവട് മാറ്റുകയാണ്. അടുത്ത ഇലക്ഷനിൽ പാലക്കാട് ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭയില് UDFന്റെ സ്ഥാനാർത്ഥിയായി അവർ മത്സരിക്കാൻ പോവുകയാണ്. ഇവര് മാത്രമല്ല, അത് തന്നെയാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. ആസനത്തിന് തീ പിടിച്ച അവസ്ഥയാണ് BJPയുടേതെന്ന് ആദ്യം തന്നെ പറയാൻ കാരണം അതാ. എന്താണ്? ഈ പറയുന്ന നഗരസഭാ അധ്യക്ഷ മാത്രമല്ല UDFിലേക്ക് കാല് മാറുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയം ഉപേക്ഷിച്ചുകൊണ്ട് UDFന്റെ ക്യാമ്പിലേക്ക് വന്ന് കയറാൻ തയ്യാറായി നിൽക്കുന്നത് ഈ പറയുന്ന നഗരസഭാ അധ്യക്ഷ മാത്രമല്ല, പാലക്കാട് നഗരസഭയിൽ ഇപ്പൊ നിലവിലെ കൗൺസിലർമാരായിട്ടുള്ള BJPയുടെയും അതുപോലെ തന്നെ CPMന്റെയും ചില കൗൺസിലർമാർ, ഈ പറയുന്ന നഗരസഭാ അധ്യക്ഷ അടക്കമുള്ള ആളുകൾ ഈ പറയുന്ന കോൺഗ്രസ് ക്യാമ്പിലേക്ക് കയറുവാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഒരുക്കി കഴിഞ്ഞു. മാസ്റ്റർ പ്ലാൻ ആരുടേതാ? രാഹുലിന്റെ എന്ന് പറഞ്ഞാൽ യെസ്, അതന്നെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടം, നമ്മുടെ പാലക്കാട്ടെ MLA. വെറുതെ അല്ല, നിങ്ങൾ മനസ്സിലായില്ലേ എന്താ കാര്യം എന്നറിയാമോ? രാഹുലിന് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് ഷാഫി പറമ്പിൽ രാജിവെച്ച് ഇറങ്ങിയ പാലക്കാട്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നില്ലേ? അങ്ങനെയാണല്ലോ നമ്മുടെ രാഹുൽ മാങ്കൂട്ടം MLA ആവുന്നത്. ആ ഉപതെരഞ്ഞെടുപ്പിലെ ഈ പറയുന്ന BJP ഭരിക്കുന്ന നഗരസഭയിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിനാണ് ഭൂരിപക്ഷം. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടമാണ് അവിടെ ഭൂരിപക്ഷം, അവിടെ ലീഡ് ചെയ്തത്.
എന്ന് പറഞ്ഞാൽ BJPയുടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, C. കൃഷ്ണകുമാർ മത്സരരംഗത്തുണ്ടായിരുന്നു. C. കൃഷ്ണകുമാറിന് പാലക്കാട് നഗരസഭയിൽ പോലും രാഹുലിനെ കടത്തിവെട്ടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഈ പറയുന്ന പാലക്കാട് നഗരസഭ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വിധിയെഴുതി. അതിന്റെ പ്രതിഫലനങ്ങൾ എന്നോണം അതിന് ശേഷം രാഹുൽ മാങ്കൂട്ടം നടത്തിയ ചില നീക്കങ്ങൾ, ആ നീക്കങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പരസ്യമായിട്ട് പാർട്ടി എന്ന് പറഞ്ഞാൽ BJP സംഘപരിവാർ കേന്ദ്രങ്ങൾ രാഹുലിനെ തടയും എന്ന് പറഞ്ഞുകൊണ്ട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഈ സംഘപരിവാർ കേന്ദ്രത്തിൽ നിന്ന് അവരുടെ നഗരസഭാ അധ്യക്ഷയായിട്ടുള്ള, ഇപ്പോൾ അവരുടെ എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റൂല കേട്ടോ. പിന്നെ നമ്മൾ അവരുടെ എന്ന് പറയുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന നഗരസഭാ അധ്യക്ഷ ഇന്നലെ രാഹുലിന്റെ കൂടെ വേദി പങ്കിടുകയും രാഹുലിന്റെ കൂടെ റോഡ് ഉദ്ഘാടനത്തിന് എത്തുകയും ഒക്കെ ചെയ്ത, രാഹുലിന്റെ കൂടെ നിൽക്കുകയും ചെയ്ത ഈ പറയുന്ന നഗരസഭാ അധ്യക്ഷ ഇപ്പോ അവര് കോൺഗ്രസിന്റെ ക്യാമ്പിലേക്ക് വന്നു കയറി കഴിഞ്ഞു. അത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. അതിനെന്താ കാലതാമസം എന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന നഗരസഭയുടെ ഈ കാലാവധി പൂർത്തീകരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഈ പറയുന്ന നഗരസഭാ അധ്യക്ഷ മാത്രമല്ല, BJPയുടെ ചില കൗൺസിലർമാരുണ്ട്, CPIMന്റെ കൗൺസിലറുണ്ട്. അവരൊക്കെ ഈ കോൺഗ്രസിന്റെ ക്യാമ്പിലേക്ക് വന്ന് കയറാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും നടത്തി കഴിഞ്ഞു. അതുകൊണ്ടാണ് പിന്നെ ഞാൻ എന്താണ് അവരുടെ BJPയുടെ നഗരസഭാ അധ്യക്ഷ എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ചോദിക്കും. അതിപ്പോൾ ഓൾറെഡി മത്സരിച്ച് വിജയിച്ച് കയറിയത് ഈ പറയുന്ന BJPയുടെ പ്രതിനിധി ആയിട്ടാണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ എന്തൊക്കെയാണെങ്കിലും അവരവരുടെ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു, മാസ്റ്റർ പ്ലാനുകൾ തയ്യാറാക്കി. എല്ലാത്തിനും ചുക്കാൻ പിടിച്ചത് രാഹുൽ മാങ്കൂട്ടമാ. അപ്പൊ പ്രശാന്ത് ശിവന് പാലക്കാട്ട് ഇങ്ങനെ നിൽപ്പിന് നോക്കുമ്പോ കാലിന്റെ അടിയിലെ മണ്ണിങ്ങനെ ഒലിച്ചു പോവുകയാണ്. കാലിന്റെ അടിയിലെ മണ്ണ് ഇങ്ങനെ ഒലിച്ചു പോവുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അതാണ് ഇപ്പൊ ഇന്ന് പ്രശാന്ത് ശിവൻ രാവിലെ തന്നെ വന്ന് ഒരു വാർത്താ സമ്മേളനം വിളിച്ചത്. അരുതാത്തത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്ന് പറഞ്ഞാൽ നിന്ന നിപ്പില് കാലിന്റെ അടിയിലെ മണ്ണങ്ങനെ പോവാണ്. പ്രശാന്ത് ശിവനെ എന്ത് ചെയ്യും ശിവനെ? അപ്പോ ശിവന്റെ കാലിന്റെ അടിയിലെ മണ്ണ് ഇങ്ങനെ ഓരോന്നായി ഒലിച്ചൊലിച്ച് പോവാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട്. രാഹുല് ഈ രണ്ടാം വരവ് വന്നല്ലോ പാലക്കാട്ടേക്ക്. എന്ന് പറഞ്ഞാല് ഈ ഒച്ചപ്പാടും ബഹളവും ഈ പുകവറയൊക്കെ ഉണ്ടായപ്പോൾ രാഹുൽ ഒന്ന് അടൂര് വരെ ഒന്ന് പോയി കുറച്ച് ദിവസം വീട്ടിലിരുന്നിട്ട് ഒന്ന് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഈ തിരിച്ചു വരവിന് ശേഷമാണ് ഈ പറയുന്ന വലിയ ഈ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിന്റെ പ്രതിഫലനമാണ് തടയുമെന്ന് പറയുന്ന ആൾ. നിങ്ങളൊന്ന് ആലോചിക്കണം, ഈ പാലക്കാട് നഗരസഭയുടെ അധ്യക്ഷയായിട്ട് ഈ പറയുന്ന പ്രമീളയെ അവർ നിയമിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ആരധ്യക്ഷനെ ആവണം എന്നൊക്കെ തീരുമാനിക്കുന്നത് BJP ആണല്ലോ. അങ്ങനെ BJP അത് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എത്രമാത്രം വലിയ പ്രവർത്തകയായിരിക്കും അവര് ഇന്നലെ ഈ പറയുന്ന രാഹുലിന്റെ കൂടെ ഒരു വേദിയിൽ ഒരു പരിപാടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ നീക്കുപോക്കുകൾ, കാര്യങ്ങൾ എവിടെ വരെ എത്തിയെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നേ ഉള്ളൂ. പല കാര്യങ്ങളും ഇനിയിപ്പോ വരും ദിവസങ്ങളിൽ ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും പുറത്തു വരാൻ പോവുകയാണ്. ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും. ഞാനിപ്പോ ഇന്നലെ ഈ ഒരു വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ പാലക്കാട്ടുള്ള രാഹുലുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന, എന്നാൽ ഒരു പൊതുപ്രവർത്തകനാണോ എന്ന് ചോദിച്ചാൽ അല്ല താനും, എന്നാൽ രാഹുലുമായിട്ട് വളരെ വലിയ അടുത്ത ബന്ധമുണ്ട് താനും. അങ്ങനെയുള്ള ഒരാളുമായിട്ട് ഇന്നലെ സംസാരിച്ചപ്പോൾ കിട്ടിയ ചില കാര്യങ്ങളുണ്ട്. അത് വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരും. എന്നോടത് പറയരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. കാരണം അത് ചില കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അത് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്പെഷ്യലി ഇപ്പോൾ അവിടെ ഒരു നഗരസഭയുണ്ട്. ആ നഗരസഭയുടെ അധ്യക്ഷയാണ് ഈ പറയുന്ന നമ്മുടെ ഈ പറയുന്ന പ്രമീള ചേച്ചി. അതുകൊണ്ട് തന്നെ ആ നഗരസഭയുടെ അധ്യക്ഷയായി ഇരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പുറത്തു വിടുന്നത് ശരിയല്ല. അത് മാത്രമല്ല, ഈ നഗരസഭയുടെ ഒരു കാലാവധി അത് പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള ഇനി കുറച്ച് ദിവസങ്ങൾ, ആ കുറച്ച് ദിവസം കൂടി ആ കാലാവധി പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള ഒരു കാലതാമസം മാത്രമേ ഈ കാര്യത്തിലുള്ളൂ. എന്താണെങ്കിലും പാലക്കാട്ടെ BJPക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പ്രശാന്ത് ശിവനും ഈ പറയുന്ന C. കൃഷ്ണകുമാറും ഒക്കെ അടങ്ങുന്ന പല ആളുകൾക്കും പല കാര്യങ്ങളും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. പല കാര്യങ്ങളും മനസ്സിലായി തുടങ്ങിയെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് മനസ്സിലായ കാര്യം എന്ന് പറയുന്നത് കാലിൻ്റെ അടിയിലെ മണ്ണൊലിച്ച് പോയി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ ഈ പറയുന്ന നഗരസഭാ അധ്യക്ഷ, അതുപോലെ മറ്റു ചില കൗൺസിലർമാർ, പേരൊന്നും ഞാൻ പറയുന്നില്ല, പേരൊക്കെ അറിയാം.
നിങ്ങൾ വേണമെങ്കിൽ ഊഹിച്ചോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്തൊക്കെ ഏതൊക്കെ ആളുകളാണ് പാലക്കാട് നഗരസഭയിൽ BJPയുടെ കൗൺസിലർമാരായിട്ടുള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഞാൻ ആരും പേര് പറയുന്നില്ല, അവരുടെ വാർഡ് ഏതാണ്, ഡിവിഷൻ ഏതാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ചില കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ നമ്മളെ ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും പുറത്തേക്ക് വരാനുണ്ട്. എല്ലാത്തിനും പാലക്കാട്ട് നടക്കുന്ന ഈ പറയുന്ന രാഷ്ട്രീയ നീക്കത്തിന്റെ എല്ലാത്തിന്റെയും പിന്നിൽ രാഹുൽ മാങ്കൂട്ടമാണ്. രാഹുലിന്റെ വ്യക്തമായ പ്ലാനുകളുണ്ട്, രാഹുൽ വ്യക്തമായ കളികൾ കളിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2026 തെരഞ്ഞെടുപ്പ് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പലതും രാഹുൽ ചെയ്തു വെക്കുന്നത്. രാഹുൽ UDFന്റെ സ്ഥാനാർത്ഥിയായി, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി കൈപ്പത്തി അടയാളത്തിൽ തന്നെ പാലക്കാട്ട് നിന്ന് മത്സരിക്കുമെന്നുള്ള ചില സൂചനകളും നമുക്ക് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു സൂചന എന്ന് പറയുന്നത് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളാണ്. അതേക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് വരും ദിവസങ്ങളിൽ അതിന്റെ വ്യക്തമായ കാര്യങ്ങളുമായിട്ട്, വ്യക്തമായ ലീഡുകളുമായിട്ട് തന്നെ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ഈ പറയുന്ന പാലക്കാട് നഗരസഭ അധ്യക്ഷയായിട്ടുള്ള പ്രമീള, അവരുടെ കോൺഗ്രസ് പ്രവേശനമാണ്. അത് ഈ പറയുന്ന BJP കേന്ദ്രങ്ങളിൽ വലിയ തരത്തിലുള്ള ഒരു ആശങ്ക തന്നെ അവരുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത്. കാരണം ഈ പറയുന്ന നഗരസഭാ അധ്യക്ഷയും ഈ പറയുന്ന കൗൺസിലർമാരുമൊക്കെ അവരുടെ ഈ വാർഡുകളിലും പാലക്കാട് നഗരസഭയിലും വലിയ സ്വാധീനമുള്ള ആളുകളാണ്, ഈ ജനപിന്തുണയുള്ള ആളുകളാണ്, ഒരുപാടധികം ആളുകൾ അവരുടെയൊക്കെ കൂടെ നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ കോൺഗ്രസ് പ്രവേശനം ഈ പറയുന്ന നഗരസഭാ അധ്യക്ഷയുടെയോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ കൗൺസിലർമാരുടെയോ മാത്രം ഒരു കോൺഗ്രസിലേക്കുള്ള കടന്നുവരവാവില്ല. അത് പാലക്കാട്ടെ BJPയുടെ കോട്ടകൾ തകർക്കും വിധമുള്ള ഒരു കടന്നുകയറ്റമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. എല്ലാവിധ ക്രെഡിറ്റും ഗോസ് ടു രാഹുൽ മാങ്കൂട്ടത്തിൽ.